പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ഗംഗാധരനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, സ്വന്തം ഭർത്താവിന് അവിഹിത ബന്ധത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അത് മാറി നിന്ന് കണ്ട് രസിക്കാൻ അതം പതിച്ചവളല്ല, അതിന് കൂട്ടു നിൽക്കാൻ ഗംഗേട്ടന് നാണല്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണല്ലോ ഗംഗാധരൻ വൈജയന്തിയുടെ കരണത്തൊരെണ്ണം കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, മിണ്ടരുത്, നീ ഇങ്ങനെ ബാലചന്ദ്രനെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടിയുള്ളത്? ഇങ്ങനെ നല്ല കാലത്ത് മതിച്ച് കൂത്താടി നടന്നവളല്ലേ നീ? എന്നിട്ട് ഇപ്പോൾ അവളുടെ ഒരു സദാചാര പ്രസംഗം എന്ന് പറയൂട്ടോ. അപ്പം മക്കളാണെങ്കിലും ഇതൊന്നും അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഗംഗാധരനാണെങ്കിലും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ആഗ്രഹകഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ തന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചില്ലാറ്റിൽ എറിയുമെന്ന് പറയൂ കേട്ടോ. എന്നിട്ടാണ് അവളുടെ ഇപ്പോൾ ഒരു സദാചാര പ്രസംഗം എന്ന് പറയും. അപ്പോഴേക്കും മാലതി പറയും, ഗംഗേട്ട മക്കളെല്ലാം നോക്കി നിൽക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവർ കേൾക്കുമെന്ന് പറയുമ്പോൾ അവരും കൂടെ കേൾക്കട്ടെ. ആർക്ക് വേണ്ടിയിട്ടാണ് നീലഗിരിയിൽ നിന്ന് ഇവിടെ വരെ നമ്മൾ വന്നത്? ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബം എങ്ങനെയും നിലനിന്ന് പോകട്ടെ എന്ന് വിചാരിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളത് തകർക്കാനാണ് നോക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ. അപ്പോൾ മാലതിയാണെങ്കിലും പിന്നെ ഗംഗാധരൻ പോയതിൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. വൈജയന്തിനെ ഒരു നോട്ടം നോക്കിയിട്ട് മക്കളാണെങ്കിലും 3 പേരും അവിടെ ഒന്നും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. വൈജയന്തി അടിച്ച ആ പാട് നന്നായിട്ട് മുഖത്ത് കാണാനുണ്ടായിരുന്നു. പിന്നീട് മാലതിയും ഗംഗാധരനും അലീനയുടെ അടുത്തേക്കായിട്ട് വരുന്നത്. അപ്പോൾ അവർ വരുന്നത് കാണുമ്പോൾ തന്നെ അലീന പെട്ടെന്ന് ചെന്ന് മുഖം കഴുകാനായിട്ട് അങ്ങ് പോകും കേട്ടോ. മുഖം കഴുകി വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കോഫി എടുക്കട്ടെ എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയും, ഒന്നും എടുക്കണ്ട എന്ന് പറയും. എന്നിട്ട് വൈജ നിന്നെ തല്ലിയല്ലേ എന്നിങ്ങനെ അലീനയോട് ചോദിക്കുമ്പോൾ അലീന സങ്കടത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു, സാരില്ല എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ അലീനയോട് പറയുകയാണ്, ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിൻ്റെ ക്ഷമയും സഹിഷ്ണുതയും ഞങ്ങൾ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നിങ്ങനെ പറയട്ടെ. അപ്പോൾ മാലതിയും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് മാത്രമേ ഇതെല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ നീയും കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബമാണെങ്കിൽ ഇപ്പോൾ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്, ആ കുടുംബം മൊത്തം തകരും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ, അലീന ഞാൻ പോകുന്നല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട്. അപ്പോൾ ഗംഗാധരൻ പറയും, ഒരിക്കലും അല്ല, നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം അങ്ങ് തകർന്നു പോവുകയേ ചെയ്യുള്ളൂ. ഇപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും നീയാണ് ഒരു കച്ചിത്തുരുമ്പായിട്ടുള്ളത്. അപ്പോൾ നീയും കൂടെ അയാളെ ഇതാക്കി പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയൂട്ടോ. ഈ കുടുംബം ഇങ്ങനെ തകരാൻ മറ്റ് പല കാരണങ്ങളും ഉണ്ട്. അത് ഇങ്ങനെ നിന്നോട് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, എന്നാലും നിനക്കൊരു ക്ലൂ തരാം, നിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയൂട്ടോ. അതുകൊണ്ട് ഒരു ക്ലൂ തരാം എന്ന് പറയും. വൈജയനെ പറ്റി എന്തോ ഒരു സംശയം ബാലചന്ദ്രൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറയൂട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സംശയം എന്നിങ്ങനെ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രനെ വൈജ ചീറ്റ് ചെയ്തു അങ്ങനെ എന്തോ ആണ് മനസ്സിലുള്ള ഒരു സംശയം. അതുകൊണ്ട് ഇപ്പോൾ നീയും കൂടെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കുടുംബം ആകെ തകരേയുള്ളൂ. അതുകൊണ്ട് നീ വേണം അയാൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. നീ വൈജ പറയുന്നതൊന്നും കേൾക്കണ്ട, അതിന് പുല്ല് വില കൊടുത്താൽ മതി, ബാലചന്ദ്രൻ്റെ കൂടെ നിന്നാൽ മതി, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ അലീനയോട് അവർ പറയുന്നുണ്ടായിരുന്നു. ഭാരതിയാണെങ്കിലും അലീനയോട് പറയാണ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 4 ദിവസമായി, എന്തായാലും ഞങ്ങൾക്ക് എന്നാൽ തിരിച്ച് പോയേ പറ്റുള്ളൂ, പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ഏൽപ്പിച്ചാണ്, ഈ കുടുംബം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിനക്ക് ഞങ്ങൾ തന്നിരിക്കുന്ന സ്ഥാനം അതുപോലെ തന്നെയാണ് എന്ന് പറയൂട്ടോ. നിന്നെ ഒരു സെർവൻ്റായിട്ടോ ഹോം നേഴ്സായിട്ടോ അല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത്, വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും മൂത്ത മകളായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയും. അതുകൊണ്ട് നിന്നെ ഈ കുടുംബം ഏൽപ്പിച്ച് ഞങ്ങൾ പോവാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗാധരൻ അലീനയോട്. അത് കഴിഞ്ഞ് പിന്നീട് മാലതിയാണെങ്കിലും അലീനേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ തോളിൽ തട്ടി കുറച്ച് സമയം ഇങ്ങനെ അവളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഗംഗാധരനും മാലതി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് അവർ നേരെ ബാലചന്ദ്രൻ്റെ റൂമിലേക്കാട്ടോ ചെല്ലുന്നത്. ബാലചന്ദ്രൻ ഡോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡോറിൽ തട്ടി അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അവരകത്തേക്ക് കയറുന്നത്. ബാലചന്ദ്രനാണെങ്കിലും ഡോറിൽ തട്ടുന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് കയറി പോരെ എന്ന് പറയും. ഡോർ തുറന്ന് കയറുന്നത് മാലതിയും ഗംഗാധരനാണല്ലോ. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ്റെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഗംഗാധരനാണെങ്കിൽ റൂമിൽ കയറിയിട്ട് ബാലചന്ദ്ര എന്നിങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു, കാണാൻ വരാതിരുന്നത് നന്നായി എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഗംഗാധരനാണെങ്കിലും ബാലചന്ദ്രനോട് പറയുകയാണ്, ഞങ്ങൾ വൈജയനെ സപ്പോർട്ട് ചെയ്യാനല്ല വന്നത്, നിന്നെ ഗാർഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എനിക്കിട്ട് പണിതത് മതി എന്നിങ്ങനെ പറയൂട്ടോ ബാലചന്ദ്രനാണെങ്കിലും തിരിച്ച്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വൈജയനെ വെറുക്കാൻ അതിൻ്റേതായ കാരണങ്ങളുണ്ട്, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും നിൻ്റെ 3 കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കണം എന്നിങ്ങനെ പറയൂട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് എന്നോടല്ല പറയേണ്ടത്, അവളോടാണ് പറയേണ്ടത്, നിങ്ങളുടെ പെങ്ങളോട് എന്നിങ്ങനെ പറയൂ. എന്നിട്ട് ബാലേന്ദ്രൻ എന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങി കിടക്കുകയാണ്, ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ തലനയുടെ അടിയിലൊരു റിവോൾവർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ റിവോൾവർ അവരുടെ നേരെ ഇങ്ങനെ ചൂണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ എല്ലാം ക്ഷമിച്ചാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, കുറച്ച് നേരത്തെ അവൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ഷോ കാണിച്ച് പോയി, ഇനി ഒരിക്കൽ കൂടി
കൂടി അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ശവം എടുത്തുകൊണ്ട് പോവേണ്ടി വരും നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അവരോടാണെങ്കിലും ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ മാലതി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവളോട് പറഞ്ഞോളാം, അവളെ അടക്കി നിർത്തിക്കോളാം എന്ന് പറയും. അപ്പം ബാലേന്ദ്രൻ പറയാണ് എനിക്ക് ആ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നില്ല, കൊന്നു കളഞ്ഞേന് ഞാൻ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനോട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്ര നിൻ്റെ മാനസികാവസ്ഥ ഞങ്ങൾക്കിപ്പോൾ അറിയാം, അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമ കാണിക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാന്യമായിട്ട് പിരിഞ്ഞു പോകാൻ പറ്റുന്ന ആ ഒരു വഴി തെളിയുന്നത് വരെയെങ്കിലും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തിലാണ് ഗംഗാധരൻ അത് പറയുന്നത്. ബാലേന്ദ്രനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ചുട്ട് പഴുത്ത് വ്രണപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, എന്നെ വന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ ഒന്നിനും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈജയനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി വേണമെങ്കിലും അവളോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറയൂ കേട്ടോ. സമയത്ത് ബാലചന്ദ്രനാണെങ്കിലും ഗംഗാധരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞു അവളോട് എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയും ബാലചന്ദ്രൻ ഒന്നും അറിഞ്ഞതായിട്ട് ഞങ്ങൾ ഭാവിച്ചിട്ട് പോലും ഇല്ല, അലീനേനെയും അതുപോലെ തന്നെ ബാലചന്ദ്രനെയും എതിർക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ അലീനോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകരുത്, ബാലചന്ദ്രന് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രനാണെങ്കിലും ഗംഗാധരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇത്തരം അലീന ആരാന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അലീന ആരും ആയിക്കോട്ടെ, അവൾ ഈ കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അത്രയും മതി, കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇനി കൂടുതൽ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നിനുമില്ല, ഞങ്ങൾ യാത്ര പറയാനും കൂടെ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാലും മതി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ആവശ്യം എന്തായാലും എനിക്കിനി ചാവോളം വേണ്ട എന്ന് പറയൂ കേട്ടോ. എന്തായാലും നിങ്ങൾ പോകാൻ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം, ഇനിയും നിങ്ങളെ മുഖം കൂടുതൽ കണ്ടുകൊണ്ടിരുന്നാലും എൻ്റെ കൺട്രോൾ പോകുമെന്ന് പറയും. അപ്പോൾ അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മാലതി ആണെങ്കിലും ബബിതേനെയും രോഹിത്തിനെയും കൃഷ്ണമോളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ 3 പേരോടും വരാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയുണ്ട്, എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഗംഗാധരനാണെങ്കിലും മക്കളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനാണെങ്കിലും അവരോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെയോ പുറമേ നിന്ന് കാണുന്ന പോലെയോ അല്ല, ഈ കുടുംബം പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു, അത് പെട്ടെന്ന് ശിഥിലമായി എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പം അമ്മ പറയുന്നത് ശരിയല്ലേ, ഇവൾ വന്നതിന് ശേഷമല്ലേ ഇവിടെ ഈ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായത്, അത് ആരുടെ കുറ്റം കൊണ്ടോ അമ്മയുടെ കുറ്റം കൊണ്ടാണോ എന്നൊക്കെ ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരുടെ കുറ്റം കൊണ്ടുമല്ല എന്ന് പറയും. അപ്പോൾ അലീന വന്നതിന് ശേഷമാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അലീനയുടെ കുറ്റം കൊണ്ടുമല്ല, അലീന ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, നിങ്ങളുടെ മുത്തശ്ശൻ ഇങ്ങനെ അലീനേനെ അവിടെ പോയി കഴക്കൂട്ടത്ത് പോയി ക്ഷണിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഹോം നേഴ്സായിട്ട് വന്നിട്ടുള്ള അലീനയോട് കമലി അതുപോലെ തന്നെ വൈജയന്തിയും കൂടെ ഇങ്ങനെ അനീതി കാണിച്ചു, വീട്ടുജോലിയെല്ലാം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കൊല്ലപ്പള്ളിയിലുള്ളവരോടും ഇവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ചു, അതിൽ നിന്ന് മനസ്സിലാക്കിയതാണെന്നൊക്കെ മാലതി പറയുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു മനുവേട്ടനും മുത്തശ്ശി അമ്മേനെ കുറിച്ച് കുറ്റം മാത്രമേ പറയുള്ളൂ എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയും കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ്, കുറ്റം ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് എൻ്റെ പെങ്ങളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ, അവളെക്കുറിച്ച് ആരെങ്കിലും തെറ്റി പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഉള്ള ഇതൊന്നും എനിക്കില്ല, പക്ഷേ അവൾ ചെയ്ത അബദ്ധങ്ങൾ ഒരുപാടാണ്, പക്ഷേ അവളത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, അവളിപ്പോഴും അവളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിലപാടാണ് അവൾ മുന്നോട്ടും സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോവും, ഇങ്ങനെ മക്കളോട് സ്നേഹമുള്ള ഒരു അമ്മ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, കുറച്ചും കൂടെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗംഗാധരൻ പറയുന്ന സമയത്ത് ബബിതയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ക്ഷമയും ഇതൊക്കെ അച്ഛനും ആവാലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്, അപ്പോൾ ഇതിലും മോശമാവാനേ നിങ്ങളുടെ അച്ഛന് ഇപ്പോൾ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. രോഹിത്താണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ അമ്മേനോട് പിണങ്ങി ഇങ്ങനെ അപ്സ്റ്റെയറിലേക്ക് താമസം മാറ്റി, അതൊക്കെ തെറ്റന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയും ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മാനസികാവസ്ഥ അതാണ്, അപ്പോൾ അച്ഛനും അമ്മയ്ക്കിടയിൽ ഇങ്ങനെ നിങ്ങളറിയാൻ പറ്റാത്ത മറ്റു പല കാരണങ്ങളും ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളറിയണ്ട അമ്മയെങ്കിലും അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ അമ്മ അറിയണ്ട ഗംഗാധരൻ പറയൂ കേട്ടോ. എന്നിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു ഞാനും മാലതിയും പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ടത്, അല്ലാതെ തോന്നിയ പോലെ ജീവിച്ചിട്ട് ഇങ്ങനെ തോന്നിയ പോലെ ജീവിച്ച വൈജയന്തി പറയുന്ന കേട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയും ഉണ്ടാവില്ല അച്ഛനും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, ഇത്രയെങ്കിലും ഞങ്ങൾ നിങ്ങളോട് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. ഗംഗാധരൻ അവരോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പെങ്ങളോടുള്ള ശത്രുത കൊണ്ടാണോ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്, അല്ല ഒരിക്കലും അല്ല, അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചങ്ങ് പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു
അലീനേനെ പറഞ്ഞയച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല എങ്കിലെന്ന് ചോദിക്കും. അപ്പോൾ ഒരിക്കലും തീരില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ അലീനേനെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അലീനേനെ പറഞ്ഞയക്കണമെങ്കിൽ ബാലചന്ദ്രൻ സ്വയം മനസ്സാലെ എങ്ങനെ പറഞ്ഞയക്കണം. അല്ലാതെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അമ്മ അവളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും അലീന സ്വയം ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ചെയ്യുള്ളൂ എന്ന് പറയും. പിന്നീട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അലീനയെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിലും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ട അങ്കിളേന്ന്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ അച്ഛൻ്റെ വഴിക്ക് വിടുക, അമ്മേനോട് കുറച്ച് ക്ഷമയോടെ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക, അലീനയുടെ വഴിക്കും മുന്നോട്ട് പോയിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ. പതിയെ ഈ കുടുംബം ശരിയായിക്കോളും, അച്ഛൻ്റെ മുറിവ് ഇങ്ങനെ പതുക്കെ ഉണങ്ങിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് പറയട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനയോട് ഇങ്ങനെ മോളെ എന്ന് വിളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം തൊണ്ട വരണ്ടോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ടേബിളിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗംഗാധരൻ ആ വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളാണെങ്കിലും ബബിതി രോഹിത്തും കൃഷ്ണമോളും ആണെങ്കിലും ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃഷ്ണമോളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം തീരുമെങ്കിൽ അലീന ചേച്ചി ഇവിടുന്ന് പോട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിതയും കൃഷ്ണമോളും വൈജയന്തി ഇങ്ങനെ ആകെ തളർന്നിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ അവരോട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഞങ്ങൾ അറിയാത്ത പല സീക്രറ്റ്സും ഉണ്ടല്ലേ എന്ന്. പിന്നീട് മുത്തശ്ശീനോട് വൈജയന്തി പറയാണ്, എൻ്റെ ആഗ്രഹകഥകളൊക്കെ എൻ്റെ മക്കളോട് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയാണ്, അതൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, മരിക്കുന്ന നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ അലീനയോട് മുത്തശ്ശി അവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.